ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഏകണിലേക്ക് സ്വാഗതം. സോ മക്കളെ, നാളെ നമ്മളുടെ 78ാം സ്വാതന്ത്ര്യദിന ആഘോഷമൊക്കെ നടക്കാൻ പോവുകയാണ് അല്ലേ. പ്രധാനമന്ത്രി നാളെ ഡൽഹിയിൽ നമ്മുടെ പതാകയൊക്കെ ഉയർത്തും. സോ അതിനോടനുബന്ധിച്ച് നാളെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ക്വിസ് മത്സരം ഉണ്ടാവും. സോ ഏകണ്ട് ഒരു കുട്ടി പോലും ക്വിസിലൊന്നും തോക്കാൻ പാടില്ല. ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ കിട്ടണം. സോ മക്കളെ, ക്വിസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കിടിലൻ ചോദ്യങ്ങളുമായിട്ടാണ് യദു സാർ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവരെയും ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിലേക്ക് സ്വാഗതം ചെയ്യാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താടാ? വാട്ട് ഈസ് ദ തീം ഓഫ് 78th ഇൻഡിപെൻഡൻസ് ഡേ? നമ്മൾ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം എന്താണെന്നാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഓപ്ഷൻ എ വികസിത് ഭാരത്, അതായത് വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത ഇന്ത്യ. രണ്ടാമത്തെ എന്താ? പ്രൊമോട്ട് ഇന്ത്യാസ് കൾച്ചർ. മൂന്നാമത്തെ എന്താ? നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ്. ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദ അബവ്. ഇവയൊന്നുമല്ല എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ എല്ലാ സ്കൂളുകളിലും MCQ ഒന്നും ആവണമെന്നില്ല. അതായത് ഇങ്ങനെ 4 ഓപ്ഷൻ ഒന്നും തരൂല. ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ നമ്മൾ എഴുതണം. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് ഉത്തരം ഇന്ന് കിട്ടും കേട്ടോ. ഓക്കെ, പല മോഡലിൽ പല മോഡിൽ അവർ ക്വിസ് കോമ്പറ്റീഷൻ നടത്തും. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ വികസിത് ഭാരത് അല്ലെങ്കിൽ വികസിത ഭാരത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ തീം എന്ന് പറയുന്നത് വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത് ഭാരതമാണ്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. The theme for the 78th Independence Day is Vikasit Bharat, which aligns with the government's goal of transforming the country into a developed nation by 2047. അല്ലേ, 2047 ആകുമ്പം നമ്മളൊരു വികസിത രാജ്യം ആയി മാറുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വികസ്വര രാജ്യമാണ് അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. 2047 നമ്മളൊരു ഡെവലപ്ഡ് നേഷൻ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രി ആയി മാറുന്നതാണ് പറയുന്നത്. ഈ വർഷത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ. അപ്പോൾ 2047 ആകുമ്പോൾ 100 വർഷമാവും അല്ലേ. അപ്പം 100ാം വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം ആകുമ്പോഴത്തേക്കും നമ്മളൊരു ഡെവലപ്ഡ് നേഷൻ ആവുന്നതാണ്. നമ്മളെന്താ ആ രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വികസിത് ഭാരത് എന്നുള്ള കാര്യം എല്ലാ മക്കളും പഠിച്ചു വെക്കണേ. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. വെൻ ഡിഡ് ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ? ബ്രിട്ടീഷുകാർ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഓക്കെ, നമ്മൾ വാസ്കോ ഡ ഗാമ വന്ന കാര്യമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ എപ്പോഴാണ് ബ്രിട്ടീഷുകാർ വന്നത്? അതാണ് ചോദ്യം. ഓക്കെ, 1611 ആണോ, 1600 ആണോ, 1609 ആണോ, 1608 ആണോ? ഏതാണ് ആൻസർ? വേഗം പറഞ്ഞേ. അറിയുന്ന കുട്ടികളൊക്കെ വേഗം മനസ്സിൽ ഇങ്ങനെ ആൻസർ ഉറക്കെ വിളിച്ചു പറഞ്ഞോ. ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1608 ആണ് അല്ലേ. 1608 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. The British was came to India on 24th August of 1608 via the port of Surat. അല്ലേ, സൂറത്തിലേക്കാണ് വരുന്നത് അല്ലേ. ഗുജറാത്തിലെ സൂറത്തിലെ പോർട്ടിലേക്കാണ് അവർ വരുന്നത്. They initially came to establish trade relations, set up factories for the East India Company. അല്ലേ, ആദ്യം ഒരു ട്രേഡ് റിലേഷന് വേണ്ടി വന്നതാണ്. പിന്നെ അവരിവിടെ മെല്ലനെ അധികാരം സ്ഥാപിച്ച് നമ്മളൊക്കെ അടിച്ചമർത്തി 100 വർഷത്തോളം ഇവിടെ നമ്മൾ അടിച്ചമർത്തി ഭരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ കാര്യം എല്ലാവരും പഠിക്കുക. 1608 ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഓൺ ഇൻഡിപെൻഡൻസ് ഡേ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹോയിസ്റ്റ് ഓർ ട്രൈക്കളർ ഫ്ലാഗ് അറ്റ്? എവിടെയാണ് പതാക ഉയർത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ കൂടെ ഞാനൊരു അഡീഷണൽ കാര്യം പറഞ്ഞുതരേ. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് അന്ന് പ്രധാനമന്ത്രിയാണ് നമ്മളെ പതാക ഉയർത്തുക. ഓക്കെ, അതായത് നമ്മളെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉയർത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരും പതാക ഉയർത്തും. പക്ഷേ റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിൽ പതാക ഉയർത്തുന്നത് നമ്മുടെ പ്രസിഡന്റ്, അതായത് രാഷ്ട്രപതിയാണ്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും അന്ന് പതാക ഉയർത്താൻ മുഖ്യമന്ത്രിമാരല്ല, പകരം ഗവർണറാണ്. ഓക്കെ, ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ഓൺ ഇൻഡിപെൻഡൻസ് ഡേ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹോയിസ്റ്റ് ഓർ ട്രൈ കളർ ഫ്ലാഗ് അറ്റ്? എവിടെയാ? ഞാൻ പറഞ്ഞു ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റെഡ് ഫോർട്ട് ആണ്. ലാൽ കില എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദിയിൽ അല്ലേ. റെഡ് ഫോർട്ട് ആണ്. ഓൾഡ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലാണ്, ചെങ്കോട്ടയിലാണ് നാളെ പ്രധാനമന്ത്രി രാവിലെ തന്നെ പതാക ഉയർത്താൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻസർ റെഡ് ഫോർട്ട്, ചെങ്കോട്ട. ഓൾഡ് ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ? Who among the following was the Prime Minister of Britain at the time of independence? അല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അന്നത്തെ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? അതായത് 1947 ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നോക്കാം. ലോർഡ് മൗണ്ട് ബാറ്റൺ ആണോ, വിൻസ്റ്റൺ ചർച്ചിൽ ആണോ, ക്ലെമന്റ് ആറ്റ്ലി ആണോ, റാംസേ മക്ഡൊണാൾഡ് ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇനി അറിയാത്ത ആളുകൾ പഠിച്ചു വെച്ചോ. ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി ആണ്. 1945 മുതൽ 55 വരെ ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടിപൊളി ചോദ്യങ്ങളാണ്. സിമ്പിൾ ചോദ്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഒരു എബവ് ആവറേജ് സ്റ്റാൻഡേർഡ് ഉള്ളതും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ക്യൂസിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്ലെമൻ ആറ്റ്ലി ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കണേ, വളരെ ക്ലിയർ ആയിക്കണേ, ഒരു ഡൗട്ടും പാടില്ല. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാൻസ് വാസ് നോൺ ആസ് ദ പാർട്ടീഷൻ പ്ലാൻ? നമ്മൾ 1947 പാർട്ടീഷൻ പ്ലാന്റെ മറ്റൊരു പേരാണ് ചോദിക്കുന്നത്. മെക്കോലെ പ്ലാൻ ആണോ, ആറ്റ്ലി അനൗൺസ്മെന്റ് ആണോ, മോണ്ടേക് ചെംസ്ഫോർഡ് റീഫോംസ് ആണോ, ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണോ? വെരി സിമ്പിൾ ചോദ്യം. അന്നത്തെ ബ്രിട്ടീഷ് ഇവിടുത്തെ ആരാ, നമ്മളെ വൈസ്രോയി ആരാന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ് നമ്മളെ പാർട്ടീഷൻ പ്ലാന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്, മൗണ്ട് ബാറ്റൻ പ്ലാൻ. ക്ലിയർ കട്ട് ചോദ്യമാണ്. മൗണ്ട് ബാറ്റനെ കുറിച്ച് ഒരു ചോദ്യമെങ്കിലും നാളെ എന്തായാലും ചോദിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ഡി, ലോർഡ് മൗണ്ട് ബാറ്റൻ, ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ഇൻ 1947 പുട്ട് ഫോർ ദ പാർട്ടീഷൻ പ്ലാൻ വൈഡ്ലി നോൺ ആസ് ദ മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയിട്ട് പഠിക്കണേ. ഇനി നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എക്സ്ട്രീമിസ്റ്റ് ലീഡർ? അല്ലേ, നമ്മളെ മിതവാദികളെന്നും തീവ്ര ദേശീയവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലെ? തീവ്രമായിട്ടുള്ള എന്താ പറയാ, തിരിച്ചടിക്കുന്നുള്ള ഒരു ടീം ഉണ്ടായിരുന്നല്ലോ അല്ലെ? അതേപോലെ തന്നെ മിതവാദി, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ടീമും ഉണ്ടായിരുന്നു. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആണ് ചോദിക്കുന്നത്. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. ഇവരെല്ലാവരും എന്നാണ് ഡിന്റെ അർത്ഥം. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഇവരെല്ലാവരും തന്നെ എന്താ, തീവ്ര ദേശീയവാദികളായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. ഓക്കെ, അതായത് ലാൽ ബാൽ പാൽ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിന്റെ ആൻസർ. ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധര തിലകൻ ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഇനി നെക്സ്റ്റ് ചോദ്യം, ഇതിന് എക്സ്പ്ലനേഷൻ ആണ്, അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞു തന്നല്ലോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ, വെൻ ഡിഡ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ ടേക്ക് പ്ലേസ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എപ്പോഴാണ്? ഇതിനൊരു കോഡ് ഞാൻ പറഞ്ഞിട്ടാ. നമ്മളിവിടെ ഏപ്രിൽ മാസത്തിൽ വിഷു നടക്കുന്ന പോലെ പഞ്ചാബിലുള്ളൊരു ഫെസ്റ്റിവലാണ് ബൈശാഖി ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ ബൈശാഖി ഉത്സവം എന്നൊക്കെ പറയുന്നത്. ആ സമയത്താണ് ഇത് നടന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അല്ലേ. ഏപ്രിൽ 13, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഓക്കെ, ഏപ്രിൽ 13, 1919 കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇതിന് ആൻസർ എന്ന് പറയുന്നത്. വേറെ ഒന്നും പോയി എഴുതി വെക്കാൻ പാടില്ല. ഏപ്രിൽ 13, 1919 എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ പറയേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തത്. ഇനി ഇൻ വിച്ച് സെഷൻ ഓഫ് കോൺഗ്രസ് ബോത്ത് എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ് ലീഡേഴ്സ് വെർ യുണൈറ്റഡ്? അതായത് ഈ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും ആയിട്ടുള്ള ആൾക്കാർ പിരിഞ്ഞിരുന്ന ഒരു സമയത്ത് അവർ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് തീർന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മദ്രാസ് സെഷൻ ആണോ, കൽക്കത്ത സെഷൻ ആണോ, അതേപോലെ എന്താ ലക്നൗ ആണോ, ബനാറസ് സെഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ലക്നൗവിൽ വെച്ചിട്ടാണ് അവർ രണ്ടാളും കൂടെ പിന്നെ ഒരുമിക്കുന്നത് കേട്ടോ. 1916 ഇവർ പിന്നെ രണ്ട് ടീമും ഒരുമിക്കുന്നത്. ഓക്കെ, അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാ? അംബികാചരൺ AC മജൂംദാർ ആണ് കേട്ടോ. ഓക്കെ, AC മജൂംദാർ ആണ്. വാസ് പ്രിസൈഡഡ് ഓവർ ബൈ AC മജൂംദാർ ആണ് ലക്നൗ സെഷനിൽ കേട്ടോ. 1916 ആ കാര്യം ഒന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വെൻ വാസ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ടേക്ക് പ്ലേസ്? അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയും, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. ഏത് വർഷമാടാ? 1920 കേട്ടോ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് 1920 സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1920 ആണ് കേട്ടോ. വേറെ തെറ്റിച്ചൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. 1930 45 എഴുതരുത്. വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇയറൊക്കെ കറക്റ്റ് അറിയണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹൂ among the following played ഷെഹനായി at the celebration of Indian Independence Day at 1947? 1947 ഇൻഡിപെൻഡൻസ് ഡേക്ക് അന്ന് ഷെഹനായി വായിച്ചത് ആരാണ്? ഇതിൽ ഷെഹനായി വായിക്കുന്ന ഒരൊറ്റ ആളെ പേര് ഇതിലുള്ളൂ. ആരൊക്കെയാ? ഒറ്റ ആളല്ല, കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളെ പേര് പറ. അഹമ്മദ് അലി ആണോ, മധുക്കർ ദുമാൽ ആണോ, ബിസ്മില്ല ഖാൻ ആണോ, അലി അഹമ്മദ് ഹുസൈൻ ഖാൻ ആണോ? ഒരു ഡൗട്ടും വേണ്ട, ബിസ്മില്ല ഖാൻ അല്ലേ. ബിസ്മില്ല ഖാൻ അറിയാത്ത ആളുകളില്ല, ഭാരതരത്ന ഹോൾഡർ ആണ്. സോ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ബിസ്മില്ല ഖാൻ ആണ് 1947 സ്വാതന്ത്ര്യ ദിനത്തിന് അന്ന് ഷെഹനായി വായിച്ചത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. കിടിലൻ ചോദ്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ, ഹു വാസ് ദ ലീഡർ ഓഫ് ബർദോളി സത്യാഗ്രഹ? ബർദോളി സത്യാഗ്രഹത്തിന്റെ ലീഡർ ആരായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. ആരാ? മഹാത്മാഗാന്ധി ആണോ, സുഭാഷ് ചന്ദ്ര ബോസ് ആണോ, സർദാർ പട്ടേൽ ആണോ, ജവഹർലാൽ നെഹ്റു ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സർദാർ പട്ടേൽ അല്ലെങ്കിൽ സർദാർ വല്ലഭഭായ് പട്ടേൽ ആണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ ലീഡർ. ഓക്കെ, ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹ. സർദാർ വല്ലഭായ് പട്ടേൽ എടുത്ത ബർദോളി സത്യാഗ്രഹ ഇൻ 1928 1928
ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ വന്ദേ മാതരം വാസ് ഫസ്റ്റ് സങ് ബൈ. ഇത് ആരാ എഴുതിയതെന്ന് എപ്പോഴും ചോദിക്കും, പക്ഷെ ഇത് ആരാണ് ആദ്യം പാടിയതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് ആദ്യമായിട്ട് പാടിയത് ആരാ, ഒഫീഷ്യലായിട്ട് ആരാ പാടിയതെന്നാണ് ചോദിച്ചത്. ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യമായിട്ട് പാടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അതായത് ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ വന്ദേ മാതരം വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതല്ല ഇവിടെ ചോദിച്ചത്. ഹൗവർ ഇറ്റ് വാസ് ഫസ്റ്റ് സങ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഇൻ 1896. 1896 ടാഗോർ ആണ് ആദ്യമായിട്ട് എന്താ വന്ദേ മാതരം പാടുന്നത് കേട്ടോ. ഇത് 1950 ജനുവരി 24 നമ്മളുടെ ദേശീയ ഗീതമായിട്ട് നമ്മൾ എന്താ ഒഫീഷ്യലി ഇത് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയുക. നെക്സ്റ്റ് ചോദ്യം, നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ്? നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് വെരി സിമ്പിൾ ചോദ്യമാണ്. ഇതിന് ഓപ്ഷൻ ഒന്നും നോക്കേണ്ട, എന്തായാലും ഗാന്ധിജി അല്ല ഇതിൽ, സച്ചീന്ദ്രദാസ് ബോസും അല്ല, ഹേമചന്ദ്ര കണുങ്കും ഒന്നും അല്ല. ഓപ്ഷൻ എ, പിംഗളി വെങ്കയ്യാണ് നമ്മളെ നാഷണൽ ഫ്ലാഗ് ദേശീയ പതാക ഡിസൈൻ ചെയ്തത് കേട്ടോ. പിംഗളി വെങ്കയ്യാണ് 1921 മഹാത്മാഗാന്ധിക്ക് എന്താ പറയുക പ്രസന്റ് ചെയ്തു, ഡിസൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സ്വദേശി മൂവ്മെന്റ് വാസ് ലോഞ്ച് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വിച്ച് ഇവന്റ്? സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് ഉണ്ട്, അത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണോ? ഓപ്ഷൻ ബി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണോ? ഓപ്ഷൻ സി, റൗലറ്റ് ആക്ട് ആണോ? ഓപ്ഷൻ ഡി, സൈമൺ കമ്മീഷന്റെ വരവാണോ? ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നാണ് കേട്ടോ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ വിഭജനം എന്നാണ് അർത്ഥം. ഓക്കെ, സ്വദേശി മൂവ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയണം. ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരം. എക്സ്പ്ലനേഷനിലുണ്ട്, ദ സ്വദേശി മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1905 ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, എൻകറേജിങ് ഇന്ത്യൻസ് ടു ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് ഗുഡ്സ്. അല്ലേ, നമ്മൾ ബ്രിട്ടീഷ് ഗുഡ്സ് ഒക്കെ എന്താ കത്തിക്കുകയും ഇന്ത്യൻ ഖാദി വസ്ത്രമൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി എന്താ, ഹൂ ഫ്രം ദ ബിലോ സെർവ്ഡ് ആസ് എ ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ? ഓപ്ഷൻ എ, മൗണ്ട് ബാറ്റൺ. ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൺ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയിരിക്കുമല്ലോ ലാസ്റ്റ് വൈസ്രോയി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇതിന് ആൻസർ എന്ന് പറയുന്നത്, ലോർഡ് മൗണ്ട് ബാറ്റൺ. ഇനി അടുത്ത ചോദ്യമില്ല, അത്രയേ ഉള്ളൂ. 15 ചോദ്യങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിപൊളി ചോദ്യങ്ങളായിരുന്നുവല്ലോ അല്ലേ? സോ നാളെ സ്കൂളുകളിൽ ക്വിസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊരു മുതൽക്കൂട്ടാക്കി എടുത്തിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക, ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുക്കുക. സോ എല്ലാവർക്കും ഒന്നുകൂടി ഒരു അടിപൊളി സ്വാതന്ത്ര്യദിനം വിഷ് ചെയ്തുകൊണ്ട് എൻ്റെയും ഏകൻ്റെ ഒരു വിഷ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.